നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഭൂരിഭാഗവും സ്മോൾ ഫാമിലിയാണുള്ളത്. അച്ഛൻ, അമ്മ, മക്കൾ. അപൂർവമായിട്ട് മാത്രമേ ഗ്രാൻഡ് പാരൻസിനൊപ്പമുള്ള ഫാമിലി ഉള്ളൂ. അണുകുടുംബമായാലും കൂട്ടുകുടുംബമായാലും ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടാകും, പോരായ്മകളും ഉണ്ടാകും. അവിടെ ജീവിക്കുന്ന ആൾക്കാരെ ആശ്രയിച്ചിരിക്കും അവിടുത്തെ ഓരോ കാര്യങ്ങളും. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഇതിൻ്റെ ഗുണവും ദോഷവുമല്ല, മറ്റൊന്നാണ്. പറയുന്ന കാര്യങ്ങളിൽ വാസ്തവം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. നിങ്ങളിപ്പോൾ ഒരു സ്മോൾ ഫാമിലിയിലാണോ? അതായത് അച്ഛനും അമ്മയും മക്കൾ മാത്രം. ഇപ്പോൾ നിങ്ങൾ ജോലിയുടെയോ മറ്റ് കാര്യങ്ങളുടെയോ ഒക്കെ ഭാഗമായിട്ട് നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് അകന്നു കഴിയുന്നവരാണോ? ഭാവിയിൽ നിങ്ങളുടെ മക്കളെയും കൂട്ടി നിങ്ങളുടെ ഫാമിലിയോടൊപ്പം, അതായത് ഗ്രാൻഡ് പാരൻസ്, അങ്കിൾ, ആൻറ്റി അവരുടെയൊക്കെ കൂടെ പോയി സ്ഥിര താമസമാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കുറച്ച് നിങ്ങളൊന്ന് മനസ്സിൽ കുറിച്ചിട്ടോളൂ. പാരൻസ് മാത്രമല്ല, ഇനിയുള്ള കാലം കൊച്ചുമക്കളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇവിടെ മക്കളുടെ ഭാവിയല്ലേ നമുക്ക് പ്രധാനം. ജനിച്ച നാൾ മുതൽ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ ഈ ഒരു കൂട്ടിൽ വളരുന്ന കുട്ടികൾ അല്പം വികൃതി കൂടുതലായിരിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അവർക്കറിയാം നമ്മൾ എത്ര തന്നെ വികൃതി കാണിച്ചാലും അച്ഛനും അമ്മയും ക്ഷമിക്കുമെന്ന്. അടിച്ചാലും വഴക്കു പറഞ്ഞാലും കുറച്ച് കഴിഞ്ഞ് നമ്മളെ ചേർത്ത് നിർത്തുമെന്ന്. മക്കളുടെ മനസ്സറിയുന്ന മാതാപിതാക്കളാണെങ്കിൽ കുട്ടികളോട് ഇങ്ങനെ തന്നെയായിരിക്കും ഇടപഴകുന്നത്. ജോലിഭാരം കഴിഞ്ഞതിന് ശേഷം മക്കളോടൊപ്പം ചെലവഴിക്കുന്ന മാതാപിതാക്കൾ, അതുപോലെ തന്നെ എന്ത് കാര്യവും അച്ഛനോടും അമ്മയോടും ഷെയർ ചെയ്യുന്ന മക്കൾ, ഇങ്ങനെയുള്ളൊരു കുടുംബം എന്ന് പറയുന്നത് ഒരു സന്തുഷ്ട കുടുംബം തന്നെയാണ്. ഈ സമയങ്ങളിൽ കുട്ടികൾക്ക് നിലവിലുള്ള സാഹചര്യത്തിൽ നിന്നൊന്നും മാറിയിട്ട് പുതിയ സ്ഥലത്ത് താമസിക്കണമെന്നൊരാഗ്രഹം ഉണ്ടാവും. അത് ചിലപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ നാട്ടിലോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയൊക്കെ ആകാം. എന്നാൽ ഇത് കണ്ടിട്ട് മക്കൾക്ക് കൂട്ടുകുടുംബമായി കഴിയാനാണ് ഇഷ്ടമെന്ന് ആരും കരുതരുത് കേട്ടോ. അതവരുടെ താൽക്കാലിക ആവശ്യം മാത്രമാണ്. അവിടെ പോകുക, കുറച്ച് ദിവസം ചെലവഴിക്കുക, തിരിച്ചു പോരുക. ആ സമയത്ത് കുറച്ച് ദിവസങ്ങൾ മാത്രം കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന ഗ്രാൻഡ് പാരൻസ് അവരുടെ എല്ലാ വികൃതികളും ആസ്വദിക്കും, തിരിച്ചൊന്നും പറയുകയില്ല. എന്നാൽ ഈ രീതികൾക്കെല്ലാം മാറ്റം വരുന്നത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങളും മക്കളും മാത്രമായിരിക്കുന്ന ആ ഒരു കൂട്ടിൽ നിന്ന് കൂട്ടുകുടുംബത്തിലേക്ക് ചേക്കേറുമ്പോഴാണ്. മുതിർന്നവർ തമ്മിൽ ചിലപ്പോൾ പരമാവധി ഒത്തുചേർന്ന് പോകാൻ ശ്രമിക്കും. എന്നാൽ കുട്ടികളുടെ കാര്യമാണ് കഷ്ടം. കാരണം വല്ലപ്പോഴും കണ്ടിരുന്ന വികൃതികൾ സ്ഥിരമായി കാണുമ്പോൾ മറ്റുള്ളവർക്കതൊരു ആലോചനമായി തോന്നും. പതിയെ പതിയെ കുട്ടികളെ കുറ്റപ്പെടുത്തി തുടങ്ങും. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഗ്രാൻഡ് പാരൻസ് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ അതൊന്നും. പകരം അവർക്ക് കുട്ടികളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ്. മുതിർന്ന ആൾക്കാർ എന്ന് പറയുന്നത് പഴയ ചിന്താഗതിക്കാരായിരിക്കും കൂടുതൽ ആൾക്കാരും. അവർ അവരുടെ മക്കള് കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നോ അതുപോലെ കൊച്ചുമക്കളും വേണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ നടക്കുന്നത് വിപരീതം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴേ നിങ്ങൾ മാതാപിതാക്കൾ ചെയ്യേണ്ടത് എന്തെന്നറിയാവോ? അല്പം ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും ചെയ്യാതെ പറ്റില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ റോഡിലെ വലിയൊരു ട്രാഫിക്കിലാണ് പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ വാഹനം കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കും. അതുപോലെയാണ് ഒരു ഫാമിലിയിലും. മറ്റുള്ളവർ മക്കളെ വഴക്കു പറയുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അവരോട് നിങ്ങൾ ദേഷ്യപ്പെടരുത്. പെട്ടാൽ മുതിർന്നവർ തമ്മിൽ അകലും. എതിരെ നിൽക്കുന്നവർ കരുതും, ഓ അവരുടെ മക്കളല്ലേ, നമ്മൾ ആരാ അഭിപ്രായം പറയാൻ. ഇത് അവരുടെ മനസ്സിൽ ആഴത്തിലങ്ങ് പതിയും. അത് പിന്നീട് നിങ്ങളുടെ മക്കളിൽ നിന്നും അവർ അകലാനും കാരണമാകും. വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാര്യവും കാരണവും ഒന്നും ഇല്ലാതെയാണ് അവർ നിങ്ങളുടെ മക്കളെ വേദനിപ്പിക്കുന്നത് എങ്കിൽ തക്കതായ നടപടി എടുക്കുക തന്നെ വേണം. അല്ലാതെ സാഹചര്യത്തിൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പഠിക്കണം. ഇനി മുതിർന്നവർ മക്കളെ വഴക്കു പറഞ്ഞു എന്ന് കരുതിയിട്ട് അവരോടുള്ള ദേഷ്യം നിങ്ങൾ മക്കളോട് കാണിക്കരുത്. അത് ആ കുഞ്ഞു മനസ്സുകൾക്ക് താങ്ങാൻ പറ്റില്ല. കുട്ടികൾ പ്രതികരിക്കില്ല. ഒരു വാക്കുപോലും അവർക്ക് പറയാനും കഴിയില്ല. അത് കുട്ടികൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല കേട്ടോ. സ്ഥിരമായി ഇങ്ങനെ ഒരു കുട്ടിയുടെ അവസ്ഥ നേരിടേണ്ടി വരുമ്പോഴും അവർ നമ്മളിൽ നിന്ന് അകലും. ആദ്യമൊക്കെ അവർ പറയും നമുക്ക് തിരിച്ചു പോകാമെന്ന്. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുതിർന്നവർ പറയുന്ന വാക്ക് എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനല്ലേ ഇഷ്ടമായിരുന്നത്, എന്നിട്ടിപ്പോൾ കുരുത്തക്കേട് കാണിച്ചിട്ട് വഴക്ക് പറയുമ്പോൾ പോകാമെന്ന് പറയുന്നോ? ഇവിടെ നിങ്ങൾ ഒരു വ്യത്യാസം മനസ്സിലാക്കണം. നിങ്ങൾ മാത്രമുള്ള സമയത്ത് നിങ്ങൾ മക്കളെ വഴക്കു പറഞ്ഞാലോ അടിച്ചാലോ അവർ പറയാറുണ്ടോ ഇവിടെ നിൽക്കണ്ട, നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പോയി നിൽക്കാമെന്ന്? ഇല്ല, ഒരിക്കലുമില്ല, പറയില്ല. അവർക്കറിയാം അച്ഛനെയും അമ്മയെയും. എന്നാൽ മറ്റുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള മാതാപിതാക്കളല്ല നിങ്ങൾ. അതാണ് അവരെ തളർത്തുന്നത്. ഇവിടെയാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. കാരണം മറ്റുള്ളവർ മക്കളെ വഴക്കു പറയുമ്പോൾ നിങ്ങൾ അവരുടെ മുന്നിൽ വെച്ച് മക്കളോട് ദേഷ്യപ്പെടരുത്, മറ്റുള്ളവരോട് മുഖം കറുപ്പിക്കുകയും ചെയ്യരുത്. പകരം ആ സാഹചര്യത്തിൽ നിന്നും മക്കളെ ചേർത്ത് പിടിച്ച് മാറ്റി നിർത്തുക. ഒന്നും പറയണ്ട, നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി. സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ
പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുള്ള കുട്ടിയാണെങ്കിൽ സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിനോടൊപ്പം അവരുടെ മനസ്സും അറിയാൻ ശ്രമിക്കണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ, അതായത് മറ്റുള്ളവർ വഴക്കു പറയുമ്പോൾ, നിങ്ങൾ മക്കളെ ചേർത്ത് പിടിച്ച് കുറ്റപ്പെടുത്താതെ മുതിർന്നവർ പറഞ്ഞാൽ അനുസരിക്കണമെന്നും അവർ മക്കളെ ശാസിക്കുന്നത് സ്നേഹം കൂടുതൽ കൊണ്ടാണ് എന്നും പറയണം. കുട്ടികളുടെ തെറ്റി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾ എത്ര വിലപ്പെട്ടതാണ് എന്ന്. സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സും മാറും. നിങ്ങളുടെ മക്കളെ പൂർണ്ണമായി തന്നെ മനസ്സിലാക്കി സ്നേഹിച്ചു തുടങ്ങും. ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളോടും മക്കളോടും ഉണ്ടായ സ്നേഹവും കരുതലും കൂടെ താമസിക്കുമ്പോൾ ഇല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അവിടെ കഴിച്ചു തൂങ്ങി നിൽക്കരുത് കേട്ടോ. അത് നിങ്ങളുടെ സന്തോഷകരമായ നിമിഷങ്ങൾ നശിപ്പിക്കാമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ മക്കളുടെ ഭാവി നമ്മുടെ കയ്യിലാണ്. അത് ആര് കാരണവും നശിക്കാൻ ഇടവരരുത്.